ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഹൗ ടു ഫൈൻഡ് ഹൗ ടു ഡിറൈവ് ദ എസ്റ്റിമേറ്റേഴ്സ് β1 ആൻഡ് β2. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ഇക്വേഷൻസ് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് നമ്മൾ എഴുതി. So we will start again. We will just sum up with the estimator. So we have β1 cap. So what is the derivation? What is the formula of this β1 cap? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? β1 ക്യാപ്പിന്റെ ഫോർമുല ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. Sir, y cap minus β2 cap x bar. Y bar minus Sorry. β2 cap x bar. ഇത് മറക്കരുത്, നമുക്ക് ആവശ്യം വരും. നിങ്ങൾക്ക് പ്രോബ്ലം ഒന്നും ചോദിക്കില്ല, പക്ഷെ നമുക്ക് ഒരു ചെറിയൊരെണ്ണം നമുക്ക് ഇന്ന് ചെയ്തു നോക്കാന്ന് വിചാരിക്കുന്നു. ടു ഗെറ്റ് എ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്. അടുത്തത് നമുക്ക് β2 ക്യാപ്പ്. β2 ക്യാപ്പ് എന്ന് പറഞ്ഞേ സിഗ്മ xi yi divided by sigma xi square. സിഗ്മ യെസ്, അത് നമ്മള് ഡീവിയേഷൻ ഫോമിലാണ് അല്ലേ? അതല്ലെങ്കിൽ xi minus x bar minus x bar yi minus y bar. Yes. Divided yi minus y bar divided by sigma xi minus x bar square. xi minus x bar the whole square. Okay, so this is the formula for deriving β1 cap and β2 cap in a simple linear regression model. Simple linear regression model. It is simple because only one independent variable is there. If there is two independent variables, then there will be β3 cap. രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടെങ്കിൽ രണ്ടിനും സ്ലോപ്പ് വേരിയബിൾ വരും അല്ലെ? ഇതിപ്പോ ഒരൊറ്റ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ കാര്യം മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ദാറ്റ് ഈസ് y cap is equal to β1 cap plus β2 cap xi. ഈ ഒരു ഫോമുല ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ മെത്തേഡ്സ് ഉപയോഗിക്കാനായിട്ട് പറ്റുക. അതേപോലെ തന്നെ yi is equal to β1 cap plus β2 cap xi plus ui cap. ഈ ഫോമുല ആണെങ്കിൽ നമുക്ക് ഇതാണ് β1 ക്യാപ്പ് β2 ക്യാപ്പ് രണ്ടും നമുക്കറിയാം. ഒന്ന് സ്റ്റോക്കാസ്റ്റിക് ഫോമിൽ നമ്മൾ എഴുതിയിരിക്കുകയാണ്. യെസ്, സോ ടുഡേ വി വിൽ ബി ഡൂയിങ് ദിസ് വർക്ക്. ഓക്കെ, ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് ഉണ്ട്. നമ്മൾ ഈ ടേബിൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, സോ നിങ്ങളുടെ കയ്യിൽ ബുക്കും പേനയൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, കാൽക്കുലേറ്റർ ഉണ്ടോ? ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം തരികയാണ്.
we'll do it together. Y dependent variable ആണ് നമുക്കറിയാം. X independent variable ആണ്. Okay. Y യുടെ വാല്യൂസ് 4, 5, 7, 12. 4, 5, 7, 12. Okay. X ന്റെ വാല്യൂസ് 1, 4, 6, 1, 4, 5, 6, 1, 4, 5, 6. Okay. So നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ബീറ്റ 2 ക്യാപ്പ് ആണ്. എന്തുകൊണ്ടാണ് നമുക്ക് ആദ്യം ബീറ്റ 2 ക്യാപ്പ് ഫൈൻഡ് ചെയ്യേണ്ടത്? We are going to find beta 1 cap and beta 2 cap. നമ്മൾ എന്തുകൊണ്ട് ബീറ്റ 2 ക്യാപ്പ് ആദ്യം ഫൈൻഡ് ചെയ്യണം? ബീറ്റ 1 ക്യാപ്പ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ ബീറ്റ 2 ക്യാപ്പ് വേണം. Okay, yes, you are right. നമുക്ക് ബീറ്റ 2 ക്യാപ്പ് ആദ്യം ഫൈൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ബീറ്റ 1 ക്യാപ്പ് ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം we have to use this value here in order to find beta 1 cap. So നമുക്ക് എന്തൊക്കെയാണ് റിക്വയർമെന്റ് ബീറ്റ 2 ക്യാപ്പ് ഫൈൻഡ് ചെയ്യാനായിട്ടുള്ളത്? X minus x bar, y minus y bar. Then we are multiplying these x minus x bar with y minus y bar, then summing it, sum it up. Then divided by x minus x bar whole square, then we find the sum of it. Then we will get beta 2 cap. Okay. So നമുക്ക് ആദ്യം ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് എക്സും വൈ ഇവിടെ ഉണ്ട് അല്ലെ? ഇവിടെ y ഉണ്ട്, x ഉണ്ട്. സോ ആദ്യം ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? X bar. Okay, x bar find ചെയ്യാം, y bar find ചെയ്യാം. So just tell me what is x bar and y bar. Sigma x divided by n. Okay, x bar is equal to sigma x divided by n. So in our case, what is sigma x? 16. Is 16, right? Then here we have 16 divided by what is n? 4. 4. 4. Then what is x bar? 4. Yes, 4. Okay. ഇനി അടുത്തത് അതേപോലെ തന്നെ y bar ഫൈൻഡ് ചെയ്യാം. Y bar. What is sigma y bar? Sigma y. 28. It is 28. So sigma by divided by n. So we have 28 Divided by 4. divided by 4. That is equal to 7. So നമുക്ക് x bar y bar കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, 7 കിട്ടിയത് x bar 4 ആണ്, y bar 7 ആണ്. ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് x minus x bar ആണ് അല്ലേ? സോ അടുത്തത് x minus x bar. x minus x bar. ഇവിടെ എന്ത് വരും? x minus x bar 1 1 minus 4. ഇവിടെ എന്ത് വരും? ഇവിടെ -3. -3 വരും. ഓക്കെ, -3. 4 minus 4 0. 5 minus 4 1. 6 minus 4 2. 2. നമ്മൾ ഈ ഔട്ട്പുട്ട് ശരിയാണെന്ന് അറിയാനായിട്ട് ഇത് സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടണം. എക്സിന്ന് എക്സ് ബാർ സം ചെയ്ത് കഴിഞ്ഞാൽ 0. -3 ആണ്, ഇവിടെ 3 ആണ്. സോ -3 + 3 will be equal to 0. So that is right. Okay. ഇനി അടുത്തത് നമുക്ക് y minus y bar ആണ് അല്ലേ? y minus y bar. Okay. So 4 minus 7. 3. -3.
5 minus 7, -2. -2. 7 minus 7, 0. 12 minus 7, 5. 5. അല്ല 5. yes, ശരി. ഇനി ശരിയാണെന്ന് അറിയാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ 0 കിട്ടുന്നു അല്ലേ? 0 കിട്ടി. 0 ആണ് കിട്ടും. ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? ന്യൂമറേറ്റർ ഫൈൻഡ് ചെയ്യാം അല്ലേ? ന്യൂമറേറ്റർ നമ്മുടെ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സം ചെയ്യലാണ് അല്ലേ? സോ വി വിൽ മൾട്ടിപ്ലൈ ദീസ് ടു തിങ്സ്, x minus x bar multiplied by y minus y bar. So x minus x bar multiplied by y minus y bar. So here 9 അല്ലേ? 0. ഇവിടെ അടുത്തത് 0, അടുത്തത് 0. 0, 0 10. ഓക്കെ. ഇതിന്റെ സിഗ്മ എന്തായിരിക്കും? ഈ മുകളിലത്തെ ഭാഗം എന്തായിരിക്കും? സിഗ്മ 19. സിഗ്മ it will be 19. ഓക്കെ. ഇനി ഡിനോമിനേറ്റർ ഫൈൻഡ് ചെയ്യണം അല്ലെ? ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് x minus x bar whole squared. So we will find x minus x bar whole squared, x minus x bar whole squared. So ഇതിന്റെ സ്ക്വയർ ആണ് അല്ലേ? എത്ര കിട്ടും നമുക്ക്? 9 കിട്ടും. അടുത്തത് നമുക്ക് 0 ആണ്. 1 1 4. 4. So what will be the sum? This sum 14. 14. Okay. So അടുത്ത നമുക്ക് ഫൈൻഡ് ചെയ്തത് ബീറ്റ 2 ക്യാപ്. ഇക്വേഷൻ നമുക്കറിയാം. ഇക്വേഷൻ ഞാൻ വീണ്ടും എഴുതുന്നില്ല. സിഗ്മ x minus x bar into y minus y bar divided by sigma x minus x bar whole square. So ഇവിടെ നമുക്ക് ന്യൂമറേറ്ററുടെ ഭാഗത്ത് നമുക്ക് ഇതാണ് അല്ലേ? സിഗ്മ x minus x bar into y minus y bar. So that is 19 അല്ലേ? അതെ. Divided by x minus x bar whole sigma x minus x bar whole square, that is 14. So tell me what is the result? 1.357. 1.357. Yes. Okay. Now we have to find beta 1 cap. Beta 1 cap in the equation നമുക്കറിയാം y bar minus beta 2 cap x bar. Y bar ഇവിടെ ഉണ്ട്. Y bar that is 7 minus beta 2 cap നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. 1.357 into 4. Into 4. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 1.357 into 4 ചെയ്യണം. യെസ്, അത് എത്രയാണ്? 357 into 4 5.428. 5.428. 5.428. ഓക്കെ. ഇനി നമുക്ക് എന്ത് കിട്ടും? 7 minus 5.428 എന്ത് കിട്ടും? 1.572. 1.5 minus 1.2. അല്ല 1.572. 1.572. 1.572. ഓക്കെ. സോ നമ്മൾ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ച്
ബീറ്റ 1 ക്യാപ്പ് ബീറ്റ 2 ക്യാപ്പ് ഫൈൻഡ് ചെയ്താൽ ബീറ്റ 1 ക്യാപ്പ് 1.572 ബീറ്റ 2 ക്യാപ്പ് 1.357 കിട്ടും. ഓക്കെ, നീ എക്സാമ്പിൾ നോക്കി, ഈ അണ്ടർലൈൻ ചെയ്തൊക്കെ നോക്കിയൊന്നു. ബീറ്റ 1 ക്യാപ്പ് ഈസ് 1.572. Beta 1 cap is 1.572. Beta 2 cap is 1.357. Beta 2 cap is 1.357. Okay. Okay, sir. അപ്പൊ നമ്മള് ഇതില് ഈ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് ഉപയോഗിക്കുന്നത് എന്താണ്? ഈ എററിന്റെ സ്ക്വയറിനെ ഏറ്റവും മിനിമൈസ് ചെയ്യാനായിട്ട് ഈ സാമ്പിളിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ബീറ്റ 1 ക്യാപ്പ് ബീറ്റ 2 ക്യാപ്പ് ആണ് ഈ രണ്ട് വാല്യൂസ്. ഓക്കെ, വേറെ ഏത് വാല്യൂസ് എടുത്താലും വേറെ ഏത് മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാലും നമുക്ക് ഈ ബെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും യു ഐ ക്യാപ് സ്ക്വയറിന്റെ സമ്മിനെ ഏറ്റവും മിനിമൈസ് ചെയ്യുന്ന ഒരു ബീറ്റ 1 ക്യാപ് ബീറ്റ 2 ക്യാപ് വാല്യൂ കിട്ടില്ല. സോ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് നമ്മളിപ്പോൾ ഉപയോഗിച്ചു, നമുക്ക് 1.357 1.572 കിട്ടി. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയറിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല, ജസ്റ്റ് ഞാനൊന്ന് കാണിക്കണം, ഇനി അധികം ഒന്നും കാണിക്കുമില്ലത്. ഓക്കെ, ഗ്രെറ്റൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്, ഒരു പ്രോബ്ലം ചെയ്ത് നോക്കിയത് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയാണ്. ഓക്കെ, നമുക്ക് പഠിക്കാനൊന്നുമില്ല, ഞാനൊരു ന്യൂ ഡാറ്റ സെറ്റ് എടുക്കുകയാണ്, കാരണം നമുക്ക് ഈ ഡാറ്റ സെറ്റ് കൊടുക്കണം. ഓക്കെ, ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ന്യൂ ഡാറ്റ സെറ്റ്. നമുക്ക് ആകപ്പെട്ട് 4 ഒബ്സർവേഷനേ ഉള്ളൂ. എക്സും ഇവിടെ നോക്കിയറിയാം 1 2 3 4. എൻ എന്ന് പറയുന്നത് 4 ആണ് അല്ലെ? എൻ ഇസ് 4. ഓക്കെ, അപ്പൊ ഞാനിവിടെ 4 കൊടുക്കുകയാണ്, 4 എന്നിട്ട് ഓക്കെ കൊടുക്കുകയാണ്. അപ്പൊ ക്രോസ് സെക്ഷണൽ ഡാറ്റയാണോ ടൈം സീരീസ് ഡാറ്റയാണോ എന്നൊക്കെ ചോദിക്കുന്നത്. ഇത് ടൈം സീരീസ് അല്ല, ക്രോസ് സെക്ഷണലാണ്. ടൈമിനെ കുറിച്ചൊന്നും പറയുന്നില്ല, ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള വാല്യൂ ആയിട്ടാണ്. അപ്പൊ ഞാനത് സെലക്ട് ചെയ്യുന്നു. ഞാൻ എൻ്റർ ചെയ്യണം, വാല്യൂസ് ഞാൻ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. വാല്യൂസ് ഇല്ല ഇവിടെ, അപ്പൊ ഞാൻ വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യത്തെ വേരിയബിളിന്റെ എൻ്റർ ദ നെയിം ഓഫ് ദ ഫസ്റ്റ് വേരിയബിളിന് പേര് കൊടുക്കുകയാണ്. പേര് എക്സ് എന്നാണ് ഞാൻ പേര് കൊടുക്കുന്നത്. എക്സ് ആണ് എൻ്റെ ഫസ്റ്റ് വേരിയബിൾ ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, എക്സും വൈ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി ഇവിടെ എക്സിന്റെ വാല്യൂസ് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. എക്സിന് എത്രയാണ്? 1 ഉണ്ട്, 4 ഉണ്ട്, 1 4 5 6 5 ഉണ്ട്, 6 ഉണ്ട്. ഓക്കെ, അപ്പൊ 1 4 5 6 ഞാൻ എന്നിട്ട് ആഡ് ചെയ്യണം. ഒരു വേരിയബിളും കൂടി എനിക്ക് വേണം, ആഡ് വേരിയബിൾ. ആ വേരിയബിളിനെ ഞാൻ എന്ത് കൊടുത്തു? വൈ എന്നുള്ള പേര് കൊടുത്തു. ഓക്കെ, വൈ ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. 4 5 7 ശരിയാണല്ലോ ടേബിൾ. എന്ത് പറ്റി? കാണാൻ പറ്റാനില്ല. കാണാൻ പറ്റണല്ലേ? മറ്റുള്ള കുട്ടികൾക്കോ? ഇല്ല സാർ, കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റണല്ലേ? ഓക്കെ, ഈ സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല? കാണാൻ പറ്റുന്നുണ്ട് സാർ. ഓക്കെ, ഞാൻ ഒന്ന് വലുതാക്കുന്നു, ഒരു മിനിറ്റ്. ഇപ്പോഴാണെങ്കിലോ? 5 6 കണ്ട്, വേറെ ഒന്നും കണ്ടില്ല. 5 6 കണ്ടോ? 5 6 4 5 6 അതിന് മേളിലുള്ളൊന്നും കാണുന്നില്ല സാർ. ഇപ്പൊ കണ്ടു. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ എക്സ് 1 4 5 6, വൈ 4 5 7 12. ക്ലിയർ ആണല്ലോ? എക്സും വൈയും നമ്മൾ പറഞ്ഞ പോലെ. ഞാനൊരു ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ എക്സും വൈയും വന്നിട്ടുണ്ട്. എക്സ് എന്ന് പറയുന്നത് ഇപ്പൊ കാണാലോ, എക്സ് എന്ന് പറയുന്നത് 1 4 5 6. ഇത് എൻ ആണ്, 4 എൻ ഉണ്ടെന്നുള്ള അർത്ഥം. ഓക്കെ, ഇനി വൈ നോക്കി, വൈ 4 5 7 12. ശരിയാണല്ലോ? 4 5 7 12. ഓക്കെ, ശരി. ഇനി നമുക്ക് OLS മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത് അല്ലെ? OLS മെത്തേഡാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ കണ്ടോ? മോഡലിൽ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ കണ്ടോ? ഓക്കെ,
ഓക്കെ സർ. അത് ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പൊ കാണാലോ എക്സ് വൈ വന്നേക്കണുണ്ടല്ലോ. എക്സ് വൈ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ എന്ത് വേരിയബിൾ ആണ്? ഡിപ്പെൻഡന്റ് ആണോ റിഗ്രസർ ആണോ? റിഗ്രസർ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് എന്നാണ് അർത്ഥം. റിഗ്രസ്. റിഗ്രസർ. അപ്പൊ നമ്മൾ എക്സ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇവിടെ എക്സ് വന്നു. ഈ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്റർസെപ്റ്റ് ആണ്. കോൺസ്റ്റന്റ് അതവിടെ കിടക്കുകയാണ്. അത് ഡീഫോൾട്ട് ആയിട്ട് ഇവിടെ വന്ന് കിടക്കുകയാണ്. ഇനി വൈ എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്പെൻഡന്റ് ആണ് അല്ലെ? ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. വൈ നമ്മൾ എക്സ് വൈ എന്ന് കണ്ടു കഴിഞ്ഞാൽ വൈ ആണ് നമ്മുടെ ഡിപ്പെൻഡന്റ്, എക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആണ് വേരിയബിൾ. ഓക്കെ. സ്പെസിഫിക്കലി അല്ലെങ്കിൽ കൺസംഷൻ ഇൻകം എന്നൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ലൈക്ക് ദിസ്. ഓക്കെ. അപ്പൊ നോക്കി ഇവിടെ വൈ നമ്മൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ ആക്കി, എക്സ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആക്കി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു ഓക്കെ അടിച്ചാൽ മതി. ഓക്കെ അടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടി. ആ റിസൾട്ട് എന്താ വന്നേക്കണം നോക്കാം. ഞാൻ ഈ റിസൾട്ട് മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ. ബാക്കിയുള്ള റിസൾട്ടുകളൊക്കെ നമുക്ക് വഴിയെ പറയാം. ഓക്കെ. ഇത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കാണാൻ പറ്റുന്നുണ്ട്. കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇന്റർസെപ്റ്റ് ആണ്. എത്രയാണ്? 1.57141. നമ്മൾ ഫൈൻഡ് ചെയ്തത് 1.57 ആയിരുന്നു അല്ലെ? 571. ഇനി ഇത് സ്ലോപ്പ് കോഎഫിഷ്യന്റ് ആണ്. എക്സിന് നേരെ സ്ലോപ്പ് കോഎഫിഷ്യന്റ്. ഓക്കെ. സ്ലോപ്പ് കോഎഫിഷ്യന്റ് 1.357. ഓക്കെ. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ 1.571 പ്ലസ് 1.357x എന്ന് എഴുതും ഈ ഇക്വേഷൻ എഴുതുമ്പോൾ. നമ്മളിപ്പോ ഫൈൻഡ് ചെയ്ത പോലെ തന്നെ ഇങ്ങനെയാണ് യൂഷ്വലി. ഇപ്പൊ നമുക്ക് ഇതൊരു ചെറിയ മോഡലാണ് അല്ലെ? ഇതൊരു 4 നമ്പർ ഉള്ള ഒരു മോഡൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? നമുക്ക് ചെയ്യാൻ പറ്റി, ബൈ ഹാൻഡ് ചെയ്യാൻ പറ്റി. ഇതൊരു സാമ്പിൾ ഒരു സപ്പോസ് 100 ആണെന്ന് വിചാരിക്കാം സാമ്പിൾ സൈസ്, അല്ലെങ്കിൽ ഒരു 200 ആണ് സാമ്പിൾ സൈസ് വായിക്കാം. നമുക്കിത് കൈവച്ച് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും, കുറെ സമയം എടുക്കുന്നു മാത്രം. അപ്പോ അതുകൊണ്ട് ആരും ഈ OLS മെത്തേഡിലൂടെ ഇപ്പൊ അത് മാത്രമല്ല, ഇതിപ്പോ നമുക്ക് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ഫംഗ്ഷൻ ആണ് അല്ലെ? ഇനി അതിന്റെ β1 ഉം β2 ആണ് നമ്മൾ ഫൈൻഡ് ചെയ്തിരിക്കുന്നത്. മൾട്ടിപ്പിൾ റിഗ്രഷൻ ആണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം മോർ കോംപ്ലക്സ്. β1 ഉം β2ന്റെയും ഇക്വേഷൻ തന്നെ വേറെയാണ്. സോ നമുക്ക് ഇത് ഈ മെത്തേഡുകൾ, ഈ നമ്മൾ ഈ ഫൈൻഡ് ചെയ്യുന്ന മെത്തേഡുകൾ നമുക്ക് ഒരുപാട് എക്കണോമെട്രിക് സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. അതിൽ ഇത് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, ഗ്രെറ്റൽ എന്ന് പറയുന്നത്. അതല്ലാതെ തന്നെ EViews എന്നൊക്കെ പറയുന്ന, SPSS എന്നൊക്കെ പറയുന്ന സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ട്. ഓക്കെ. ജസ്റ്റ് ഞാൻ നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് മാത്രം. ഇങ്ങനെയും ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ ഒരെണ്ണം നിങ്ങൾക്ക് ബൈ ഹാൻഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നു എന്ന് മാത്രം. ഇത് നിങ്ങൾക്ക് പരീക്ഷിക്കുന്ന ഒരു പ്രോബ്ലം ചോദിക്കില്ല. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കണം, ബൈ ഹാൻഡ് എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് എന്ത് കിട്ടും. ഓക്കെ. ഓക്കെ. ശരി. ഇനി ഞാൻ ഇതാണ് നമ്മളിപ്പോ ചെയ്തത്. ഇപ്പൊ നമുക്ക് β1 ക്യാപ്പും β2 ക്യാപ്പും നമ്മൾ ഫൈൻഡ് ചെയ്തു. ഓക്കെ. ഒരു പ്രാക്ടിക്കൽ എക്സസൈസ് നമ്മൾ ചെയ്തു നോക്കി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് ചെയ്തു നോക്കി. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ β1 ക്യാപ്പിന്റെയും β2 ക്യാപ്പിന്റെയും ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് എന്താണെന്നുള്ളത്. പ്രോപ്പർട്ടീസ്. ഓക്കെ. ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് അടുത്ത നമ്മുടെ സിലബസിലുള്ളത് പ്രോപ്പർട്ടീസ് ആണ്, ഡെറിവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ. സോ ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് 2 തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അത് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നതേ ഉള്ളൂ. നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകുന്നത് ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അതായത് നമ്മൾ ഈ ഇക്വേഷൻ ഒക്കെ ചെയ്ത് ഇങ്ങനെ ഡിറൈവ് ചെയ്ത്, നമ്മൾ ഡിഫറൻഷ്യൽ കാൽക്കുലസ് എല്ലാം ഉപയോഗിച്ച് നമ്മളിങ്ങനെ ഡിറൈവ് ചെയ്ത ഈ ഇക്വേഷന്റെ ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് എന്താണ്? ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ അത് ഈ ഡാറ്റ കളക്ട് ചെയ്തത് എങ്ങനെയാണെന്നൊന്നും നോക്കാതെ ഓർഡിനറി നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ? ഡാറ്റ കളക്ട് ചെയ്തതെന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ സാമ്പിൾ കളക്ട് ചെയ്തിരിക്കുന്നത്, സാമ്പിൾ നല്ലതാണോ ചീത്തയാണോ, അതൊന്നും നോക്കാതെ നമ്മൾ ഈ OLS മെത്തേഡിന്റെ പ്രോപ്പർട്ടി മാത്രം നോക്കിയാണ്. OLS മെത്തേഡ് എന്ന് പറയുന്നത് β1 ക്യാപ്പ് β2 ക്യാപ്പ്, അതിന്റെ പ്രോപ്പർട്ടീസിനെ മാത്രം നമ്മൾ നോക്കിയാണെങ്കിൽ നമ്മൾ അതിനെ ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കും. ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് അതായത് ഇതിന്റെ പ്രോപ്പർട്ടി, ഈ ഒരു ഡിറൈവ് ചെയ്ത ഈ ഇക്വേഷന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ നോക്കുന്നത്.
അപ്പൊ ഈ ഇക്വേഷന്റെ പ്രോപ്പർട്ടി നോക്കാനായിട്ട് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന സാമ്പിൾ എന്ന് പറയുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ടേബിൾ ഉണ്ടല്ലോ, ഇതൊരു സാമ്പിളാണ്. ഇത് എക്സും വൈൻ്റെ ഒരു സാമ്പിളാണ്. 4 നമ്പർ മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെ ഡിറൈവ് ചെയ്ത് എങ്ങനെ ജനറേറ്റ് ചെയ്തു എന്ന് നോക്കാതെ, ഇതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ, മറിച്ച് അതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് നോക്കാതെ ഈ ഇക്വേഷന്റെ പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് അതിനെക്കുറിച്ച് മാത്രം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ അതിനെ ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കും. അതേസമയം സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഡാറ്റ എങ്ങനെ ജനറേറ്റ് ചെയ്തു, അതിലെടുത്തിരിക്കുന്ന അസംഷൻസ്, ഡാറ്റയുടെ ക്വാളിറ്റിയും കൂടി നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ OLSന്റെ എസ്റ്റിമേറ്റേഴ്സിന്റെ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ ആ പ്രോപ്പർട്ടീസ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കും. അപ്പോൾ ഡാറ്റ എങ്ങനെ ജനറേറ്റ് ചെയ്തു എന്ന് നമ്മൾ പരിഗണിക്കാതെ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയറിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് എന്നും, ഡാറ്റ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്തതെന്നുള്ള അതിന്റെ അസംഷൻസും കൂടി പരിഗണിച്ചുകൊണ്ട് ശേഷം നമ്മൾ പ്രോപ്പർട്ടീസ് പരിഗണിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കും. നമുക്കത് വഴിയെ മനസ്സിലാവും. നമുക്ക് കാരണം സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ആണ് അസംഷൻസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്. നമ്മൾ ഫസ്റ്റ് തുടങ്ങാൻ പോകുന്നത് ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസിലാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഒന്നാമത്തത് ഇവിടെ അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ പഠിക്കുന്നത് എന്താണ്? ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് OLS എസ്റ്റിമേറ്റേഴ്സ്. എന്തൊക്കെയാണ് OLS എസ്റ്റിമേറ്റേഴ്സ്? β1 and β2. β1 cap and β2 cap. OLS estimators. ഇനി ആദ്യത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. OLS estimators are expressed solely in terms of the observable quantities. ഈ നമ്മളിപ്പോ ചെയ്തിരിക്കുന്ന പ്രോബ്ലം ഒക്കെ നോക്കാം. ഈ പ്രോബ്ലം എക്സിന്റെയും വൈയുടെയും നമുക്കറിയാവുന്ന ഒബ്സർവബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ OLS എസ്റ്റിമേറ്റേഴ്സിനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എക്സും വൈ വാല്യൂസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? ഒന്നാമത് ഈ OLS എസ്റ്റിമേറ്റേഴ്സിനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രോപ്പർട്ടി. മനസ്സിലായല്ലോ? അതായത് എക്സ് വാല്യൂസും വൈ വാല്യൂസും അറിഞ്ഞാൽ മാത്രമേ, ഇപ്പൊ അതിൽ ഏതെങ്കിലും ഒരെണ്ണം മിസ്സിംഗ് ആണെങ്കിൽ വി കനോട്ട് കാൽക്കുലേറ്റ് OLS എസ്റ്റിമേറ്റേഴ്സ്. അവിടെ നമുക്ക് NA എന്ന് അടിച്ചു കൊടുക്കാനായിട്ട് പറ്റില്ല. NA എന്ന് പറയുന്നത് അത് അവൈലബിൾ അല്ല, നോട്ട് അവൈലബിൾ എന്നുള്ള രീതിയിൽ നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റില്ല. വി ഹാവ് ടു ഹാവ് സം വാല്യൂസ് ഫോർ എക്സ് ആൻഡ് വൈ. എങ്കിൽ മാത്രമേ നമുക്ക് OLS എസ്റ്റിമേറ്റേഴ്സിനെ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ. സോ OLS എസ്റ്റിമേറ്റേഴ്സ് ആർ എക്സ്പ്രസ്ഡ് സോൺലി ഇൻ ടേംസ് ഓഫ് ഒബ്സർവബിൾ ക്വാണ്ടിറ്റീസ്. സാമ്പിൾ ക്വാണ്ടിറ്റീസ് ഉണ്ടാവണം അവിടെ. അതാണ് ഫസ്റ്റത്തെ പ്രോപ്പർട്ടി. ഓക്കെ. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ OLS എസ്റ്റിമേറ്റേഴ്സിന്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടി ന്യൂമറിക്കൽ പ്രോപ്പർട്ടിയാണ്. ദേ ആർ പോയിന്റ് എസ്റ്റിമേറ്റേഴ്സ്. പോയിന്റ് എസ്റ്റിമേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു സിംഗിൾ വാല്യൂ ആയിരിക്കും ഈ എസ്റ്റിമേറ്ററിന് കിട്ടുക. എസ്റ്റിമേറ്റ് ആയിട്ട് നമ്മൾ ഫൈൻഡ് ചെയ്യും. എസ്റ്റിമേറ്റർ നമ്മളിപ്പോ എന്താണ് എസ്റ്റിമേറ്റർ എന്നും എന്താണ് എസ്റ്റിമേറ്റ് എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ β1 ക്യാപ്പ് നമ്മുടെ എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് y ബാർ മൈനസ് β2 ക്യാപ്പ് x ബാർ ആണ്. നമ്മൾ ആ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് 1.571 അല്ലെ? 1.571 അല്ല നമുക്ക് കിട്ടിയത് β1 ക്യാപ്പ് നമ്മൾ ആ പ്രോബ്ലം ചെയ്തപ്പോഴും. 1.572. ഓക്കെ. സോ 1.572 ഈസ് ദ എസ്റ്റിമേറ്റ്. ഇതാണ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് ആ ഇക്വേഷൻ ആണ്, y ബാർ മൈനസ് β2 ക്യാപ്പ് x ബാർ. അതേപോലെ നമ്മൾ β2 ക്യാപ്പിന്റെ എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു y മൈനസ് y ബാർ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഫൈൻഡ് ചെയ്യുന്നതാണ് 1.357. അതാണ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എസ്റ്റിമേറ്റർ, പോയിന്റ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് അത് ആ പോയിന്റ് എസ്റ്റിമേറ്റർ തരുന്ന എസ്റ്റിമേറ്റ് ഒരു സിംഗിൾ വാല്യൂ ആയിരിക്കും. ഇവിടെ നമുക്ക് സിംഗിൾ വാല്യൂ അല്ലേ കിട്ടിയത്. β1 ക്യാപ്പിന് നമുക്ക് എന്ത് കിട്ടി? 1.572 കിട്ടി. β2 ക്യാപ്പിന് എന്ത് കിട്ടി? 1.357 കിട്ടി. അപ്പൊ ഇത് പോയിന്റ് എസ്റ്റിമേറ്റേഴ്സ് ആണ്. പോയിന്റ് എസ്റ്റിമേറ്റേഴ്സ് എന്ന് പറയുന്നത് ഈച്ച് എസ്റ്റിമേറ്റർ വിൽ പ്രൊവൈഡ് ഓൺലി എ സിംഗിൾ വാല്യൂ. സിംഗിൾ വാല്യൂ.
ഓഫ് ദ റെലവൻറ്റ് പോപ്പുലേഷൻ പാരാമീറ്റർ. അതായത് പോപ്പുലേഷൻ പാരാമീറ്റർ ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഫൈൻഡ് ചെയ്തിരിക്കുന്നത് എന്താണ്? β1 ക്യാപ്പും β2 ക്യാപ്പും ആണ്. ക്യാപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാമ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് ശരിക്കും വേണ്ടത് എന്താണ്? ശരിക്കും വേണ്ടത് ഈ β1ഉം β2 ആണ്. പോപ്പുലേഷൻ പാരാമീറ്റർ ആണ് നമുക്ക് വേണ്ടത്. കാരണം നമ്മൾ പഠിക്കുന്നത് പോപ്പുലേഷനെ കുറിച്ചാണ്. നമ്മൾ എന്തെടുത്ത് പഠിച്ചു? ഒരു സാമ്പിൾ എടുത്ത് പഠിച്ചു. അപ്പൊ പോപ്പുലേഷന് ഒരു പാരാമീറ്റർ ഉണ്ട്, β1 β2. അത് അൺനോൺ ആണ്, നമുക്ക് അറിയില്ല അത്. അപ്പോൾ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ബീറ്റ സാമ്പിളിൽ നിന്ന് നമുക്ക് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എക്സാക്ട്ലി ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിന്റ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് പോപ്പുലേഷൻ പാരാമീറ്ററിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരൊറ്റ സിംഗിൾ വാല്യൂ കാണിക്കുകയാണ്. പോപ്പുലേഷനിൽ ഇപ്പൊ നമ്മളിവിടെ 4 സാമ്പിളാണ് എടുത്തത്, വൈന്റെയും എക്സിന്റെയും. ശരിക്കും പോപ്പുലേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ 100 ആയിരിക്കാം. 100നെ റെപ്രസെന്റ് ചെയ്യുന്ന 100 മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന β1 β2വിനെയാണ് നമ്മൾ പോപ്പുലേഷൻ പാരാമീറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ഒരൊറ്റ സിംഗിൾ വാല്യൂ വെച്ചിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. പോപ്പുലേഷൻ പാരാമീറ്ററിന് പകരം ഒരു സിംഗിൾ വാല്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പക്ഷെ വേറൊരു കാര്യം കൂടിയുണ്ട്, ഇന്റർവെൽ എസ്റ്റിമേറ്റേഴ്സ് എന്ന് പറയുന്ന കാര്യം. ഇന്റർവെൽ എസ്റ്റിമേറ്റേഴ്സ് ഇത് പോയിന്റ് എസ്റ്റിമേറ്റർ ആണ്, ഇത് ഇന്റർവെൽ എസ്റ്റിമേറ്റർ അല്ല. ഇന്റർവെൽ എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺനോൺ, നമുക്ക് അറിയാൻ പാടില്ലാത്ത പോപ്പുലേഷൻ പാരാമീറ്റർ ഉണ്ട്, β1 β2. നമുക്ക് അറിയില്ല അതെന്താ. അത് ഇന്ന റേഞ്ചിലായിരിക്കും എന്ന് പറയുന്നതിനെയാണ്. അതായത് ഈ ഒരു ഇപ്പോ ഈ കേസിലാണെങ്കിൽ β1 ക്യാപ്പ് എന്ന് പറയുന്നത് നമുക്ക് 1.572 ആണ്. സപ്പോസ് നമ്മൾ പറയാണ് 1.30ക്കും 1.60ക്കും ഇടയിലായിരിക്കും ഇത് എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഇന്റർവെൽ എസ്റ്റിമേറ്റർ. ഏത് β1 ക്യാപ്പ് ശരിക്കുള്ള β1, അൺനോൺ ആയിട്ടുള്ള β1 എന്തിന്റെ ഇടയിലായിരിക്കും എന്ന് പറയുന്നു? 1.30ക്കും 1.60ക്കും ഇടയിലായിരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഇന്റർവെൽ. നമ്മളൊരു അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുകയാണ്. ആ അപ്പർ ലോവർ ലിമിറ്റിന്റെ അകത്തായിരിക്കും ട്രൂ ആയിട്ടുള്ള അൺനോൺ ആയിട്ടുള്ള പോപ്പുലേഷൻ പാരാമീറ്റർ വരുന്നതെന്ന് പറയുകയാണെങ്കിൽ then that estimator is interval estimator. പക്ഷെ ഇവിടെ നമുക്ക് എന്താണ്? പോയിന്റ് എസ്റ്റിമേറ്റർ ആണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ നേരെ പറയുകയാണ് β1 എന്ന് പറയുന്നത് 1.571 ആണ്. അതിനെയാണ് നമ്മൾ β1 ക്യാപ്പ് എന്ന് പറയുന്നത്. അൺനോൺ നമുക്ക് വേണ്ടത്, നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം, നമ്മൾ പഠിക്കുന്നത് നമുക്ക് വേണ്ടത് അൺനോൺ ആയിട്ടുള്ളത്, നമുക്ക് അറിയാൻ പാടില്ലാത്ത പോപ്പുലേഷൻ പാരാമീറ്റർ ആണ് വേണ്ടത്. അപ്പോൾ അത് നമുക്ക് പറ്റാത്തതുകൊണ്ട് നമ്മൾ സാമ്പിൾ പാരാമീറ്റർ ഫൈൻഡ് ചെയ്യുന്നു, β1 ക്യാപ്പും β2 ക്യാപ്പും. പക്ഷെ അത് റെപ്രസെന്റ് ചെയ്യുന്നത് അൺനോണിനെയാണ്. അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്ത് ഒരു ഒറ്റ വാല്യൂ മാത്രം കാണിക്കുകയാണെങ്കിൽ അത് പോയിന്റ് എസ്റ്റിമേറ്റർ ആണ്. മറിച്ച് ഒരു റേഞ്ച് കാണിക്കുകയാണെങ്കിൽ, ഒരു അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റിന്റെ അകത്തായിരിക്കും ഇത് വരുന്നത് പറയുകയാണെങ്കിൽ then that is interval estimator. അതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് OLS estimators are expressed in terms of observable quantities. രണ്ടാമത്തത് they are point estimators. മൂന്നാമത്തത് ഇതൊന്നും ഡാറ്റയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്നതല്ല. ഡാറ്റ റിഗാർഡ്ലെസ് ഓഫ് ഹൗ ഡാറ്റ ആർ ജനറേറ്റഡ്, എക്സും വൈയും മാത്രം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് OLS എസ്റ്റിമേറ്റർ ഫൈൻഡ് ചെയ്യാം. അത് തരുന്ന എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് പോയിന്റ് എസ്റ്റിമേറ്റർ ആണ്. ഇനി മൂന്നാമത്തത്, നമ്മൾ ഈ സാമ്പിൾ ഡാറ്റയെ ബേസ് ചെയ്തിട്ടാണ് OLS എസ്റ്റിമേറ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു സാമ്പിൾ റിഗ്രഷൻ ലൈൻ നമുക്ക് എളുപ്പത്തിൽ കിട്ടും. നമ്മളിപ്പോ ഈ ഒരു ഇപ്പൊ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. β1 എന്ന് പറയുന്നത് 1.572 ആണ് അല്ലെ, പ്ലസ് 1.357 xi എന്ത് yi. സോ y cap is equal to 1.572 plus 1.357 xi. അതായത് ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ന്യൂമറിക്കലായിട്ട് നമ്മളിപ്പോ ചെയ്തപ്പോൾ. നിങ്ങൾ വൈറ്റ് ബോർഡിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇത് കിട്ടിയല്ലേ, β1 ക്യാപ്പ് β2 ക്യാപ്പ് കിട്ടി. സോ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് y cap is equal to β1 cap plus β2 cap xi അല്ലെ. 1.572 plus 1.357
357 xi. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ലീനിയർ ഇക്വേഷൻ കിട്ടി. ഇതാണ് നമ്മുടെ സിമ്പിൾ ലീനിയർ ഇക്വേഷൻ. ദിസ് ഈസ് ലീനിയർ ഇക്വേഷൻ. ലീനിയർ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ റിഗ്രഷൻ ലൈൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്നറിയാം. ഇപ്പൊ നമുക്കിവിടെ y ക്യാപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനി ഈ പ്രോബ്ലത്തില് ഇതാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്നത് അല്ലെ. എക്സ് എന്ന് പറയുന്നത് 1, 4, 5, 6 ആണ് എക്സ്. അപ്പൊ നമുക്കിവിടെ ഇനി നമുക്ക് y ക്യാപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? y ക്യാപ്പ് ഈസ് ഇക്വൽ ടു ഈക്വേഷൻ എഴുതിയാൽ മതി. എന്ത് ചെയ്യണം? 1.572 1.572 പ്ലസ് 1.357 1.357 എന്ത് ചെയ്യണം? xi ഇത് നിങ്ങൾ ഫൈൻഡ് ചെയ്താൽ മതി. എന്ത് ചെയ്യണം? 1.572 പ്ലസ് 1.357 xi. xi എന്ന് പറയുന്നത് എന്താണ്? ഇത് നമ്മൾ എക്സിന് പകരം നമ്മൾ 1 കൊടുക്കും. അപ്പൊ ഇവിടെ 1 കൊടുക്കും, പിന്നെ 4 കൊടുക്കും, പിന്നെ 5 കൊടുക്കും, പിന്നെ 6 കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെ നമ്മൾ yi ക്യാപ്പ് ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ yi ക്യാപ്പ്. ഇത് നമുക്ക് കിട്ടും yi ക്യാപ്പ്. y ക്യാപ്പ് നമ്മൾ ഇവിടെ പറയാൻ കാരണം ഇവിടെ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് ഇതാണ് നമ്മുടെ ഇക്വേഷൻ 1.572 പ്ലസ് let me take the ഇവിടെ ഇക്വേഷൻ കിടക്കുന്നുണ്ടോ? 1.572 പ്ലസ് 1.357 xi. ഈ xiക്ക് പകരം നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2.929 കിട്ടും. ഈ xiക്ക് പകരം നമ്മൾ 4 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇത് നമ്മൾ ഈ ഇക്വേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ 7 കിട്ടും. ഈ xiക്ക് പകരം നമ്മൾ 5 കൊടുത്താൽ നമുക്ക് 8.572 കിട്ടും. ഈ xiക്ക് പകരം നമ്മൾ 6 കൊടുത്താൽ നമുക്ക് ഇവിടെ 9.714 കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഈ വാല്യൂസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടും. ഈ കാണിച്ചിരിക്കുന്ന വാല്യൂസ് നമുക്ക് ഇവിടെ കിട്ടും. കാരണം എൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. എൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ ഇക്വേഷൻ. ഓക്കെ, സോ നമ്മള് ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞപ്പോൾ ആദ്യത്തെ പ്രോപ്പർട്ടി പറഞ്ഞത് അത് ഒബ്സർവബിൾ എക്സ് വൈനെ ബേസ് ചെയ്തിട്ടാണ്. രണ്ടാമത്തത് ദേ ആർ പോയിന്റ് എസ്റ്റിമേറ്റേഴ്സ് ആണ്. മൂന്നാമത്തത് സിമ്പിൾ റിഗ്രഷൻ ലൈൻ കാണാനായിട്ട് നമുക്ക് എളുപ്പമാണ്. സിമ്പിൾ റിഗ്രഷൻ ലൈന് ഈ വാല്യൂസിനെല്ലാം ഒരുമിച്ച് ചേർത്ത് വരച്ചാൽ ഇതിനെല്ലാം നമ്മൾ ഒരുമിച്ച് ചേർത്ത് വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. അതായത് എക്സിന് നേരെ നമ്മൾ ഇത് മാർക്ക് ചെയ്യുന്നു, വൈയുടെ ഇത് ഈ ഒരു വൈ മാർക്ക് ചെയ്യുന്നു. 4ന് നേരെ നമ്മൾ 7 മാർക്ക് ചെയ്യുന്നു. 5ന് നേരെ നമ്മൾ 8.357 മാർക്ക് ചെയ്യുന്നു. 6ന് നേരെ നമ്മൾ 9.714 മാർക്ക് ചെയ്യുന്നു. ഇത് y ആക്സിസ് വരും, ഇത് x ആക്സിസ് വരും. സോ നമ്മൾ വരച്ചു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു ഈ ഒരു റിഗ്രഷൻ ലൈൻ നമ്മൾ ഈ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് it will be a straight line because it is a linear regression. നമ്മുടെ β1 ക്യാപ്പ് എന്ന് പറയുന്നത് 1.57 ആയിരിക്കും. അപ്പൊ ഇത് 1.57 ആയിരിക്കും ഈ ഭാഗം β1 ക്യാപ്പ്. അതിനുശേഷം നമുക്ക് സ്ലോപ്പ് 1.357 ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ലീനിയർ റിഗ്രഷൻ ലൈൻ കിട്ടും.
1.357. So this will be our y cap. ഈ വാല്യൂസ് ഏത് വാല്യൂസ് നമ്മൾ ഒരുമിച്ച് ചേർത്ത് വരച്ചാൽ ഈ വാല്യൂസിനെല്ലാം ഒരുമിച്ച് ചേർത്ത് വരക്കുമ്പോഴാണ് നമുക്ക് ഇത് കിട്ടുക. അവിടെ എക്സ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? x1 എന്ന് പറയുന്നത് 1 ആയിരിക്കും. x2 എന്ന് പറയുന്നത് x2 എന്ന് പറയുന്നത് 4 ആണ്. x2 ഈ 4ന്റെ നേരെ നമുക്ക് കിട്ടാൻ പോകുന്ന y എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ 4 നേരെ കിട്ടാൻ പോകുന്ന 7 ആയിരിക്കും. നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ 7 ആയിരിക്കും വരിക. അതേപോലെ x5 ആണെങ്കിൽ നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് എന്തായിരിക്കും? 8.357 ആയിരിക്കും കിട്ടാൻ പോകും y cap. ഇത് ഓക്കെ. നിങ്ങളൊന്ന് നോക്കിയാൽ മതി, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഇനി x6 ആണെങ്കിൽ നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് ഈ വാല്യൂ എത്രയായിരിക്കും? 9.714 ആയിരിക്കും ഇവിടെ കിട്ടുക. 9.714. ഇനി ആക്ച്വൽ എസ്റ്റിമേറ്റഡ് y, ഇതാണ് yi എന്ന് പറയുന്നത്. yi ഇവിടെ നമുക്ക് yi ക്യാപ്പ് കിട്ടും, y ക്യാപ്പ് കിട്ടും. y മൈനസ് y ക്യാപ്പ് ആണ് നമ്മൾ ഇനി ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. എന്ത്? ui ക്യാപ്പ്. അത് ഇവിടെ കണ്ടിട്ടുണ്ട്. ഇതുണ്ട്, ഇവിടെ ui കണ്ടിട്ടുണ്ട്. yi minus y cap will be equal to u cap. Then നമ്മൾ അതിനെ സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ ui cap സ്ക്വയർ. ഇതായിരിക്കും ഈ ഏറ്റവും മിനിമം ഈ ഒരു സാമ്പിൾ ഉപയോഗിച്ച് നമുക്ക് ഫൈൻഡ് ചെയ്യാവുന്ന ഏറ്റവും മിനിമം എറർ എന്ന് പറയുന്നത് 12.214 ആയിരിക്കും. ഇതാണ് നമ്മുടെ റിഗ്രഷൻ ലൈൻ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇതാണ്, 3 എസ്റ്റിമേറ്റർ ആണ് നമ്മൾ പറഞ്ഞത്. 3 എസ്റ്റിമേറ്ററിൽ നമ്മൾ 3 പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എക്സിന്റെയും വൈന്റെയും വാല്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് OLS എസ്റ്റിമേറ്റേഴ്സ് നൽകുന്നത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ദേ ആർ പോയിന്റ് എസ്റ്റിമേറ്റേഴ്സ്, ഇന്റർവൽ എസ്റ്റിമേറ്റേഴ്സ് അല്ല. മൂന്നാമത്തത് OLS എന്ന് പറയുന്നത് OLS റിഗ്രഷൻ ലൈൻ നമുക്ക് എളുപ്പത്തിൽ വരയ്ക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ ഇത്രയും ഫോളോ ചെയ്യുന്നുണ്ടോ? ഇത്രയും പറഞ്ഞത് ഫോളോ ചെയ്തോ? ഓക്കെ ശരി. ഇനി ഈ OLS റിഗ്രഷൻ ലൈനിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മൾ അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് അത് മുഴുവൻ പറഞ്ഞ് തീരുമെന്ന് എനിക്കറിയില്ല. 5 പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത്. എന്തിന്? ഈ റിഗ്രഷൻ ലൈനിന്, ഈ വരച്ചിരിക്കുന്ന റിഗ്രഷൻ ലൈനിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. എന്തൊക്കെയാണ് അതിന്റെ സവിശേഷതകൾ? ഈ ലൈൻ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ലൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അത് എക്സ് ബാറിന്റെയും വൈ ബാറിന്റെയും ഇന്റർസെക്ഷനിലൂടെ കടന്നു പോകും. എപ്പോഴും ഈ ലൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ എക്സ് ബാറിന്റെയും വൈ ബാറിന്റെയും ഇന്റർസെക്ഷനിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. എക്സ് ബാർ നമ്മുടെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, എക്സ് ബാർ എന്ന് പറയുന്നത് 4 ആണ്. 4ൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ മുകളിലോട്ട് വരയ്ക്കുന്നു. വൈ ബാർ എന്ന് പറയുന്നത് 7 ആണ്. 7ന്റെ നേരെ നമ്മൾ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു രണ്ടിന്റെ ഒരു ഇന്റർസെക്ഷൻ പോയിന്റ് ഉണ്ടാവും. ആ ഇന്റർസെക്ഷൻ പോയിന്റിലൂടെ ആയിരിക്കും എപ്പോഴും റിഗ്രഷൻ ലൈൻ കടന്നു പോകുന്നത്. ഇതാണ് ഒന്നാമത്തെ റിഗ്രഷൻ ലൈനിന്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി. ഞാനപ്പോൾ ആദ്യം ന്യൂമറിക്കൽ പ്രോപ്പർട്ടി പറഞ്ഞു. ന്യൂമറിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എക്സ് വൈ വാല്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് β1 ക്യാപ്പും β2 ക്യാപ്പും ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണ്? β1 ക്യാപ്പും β2 ക്യാപ്പും പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോയിന്റ്, ഇതിനെ രണ്ടിനെ നമ്മൾ വിളിക്കുന്നത് പോയിന്റ് എസ്റ്റിമേറ്റേഴ്സ് ആണ്. കാരണം അത് രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിംഗിൾ എസ്റ്റിമേറ്റുകളാണ്. സിംഗിൾ വാല്യൂ ആണ് അതിന്റെ എസ്റ്റിമേറ്റ് ആയിട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പോയിന്റ് എസ്റ്റിമേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തെന്ന് പറയുന്നത്, നമുക്ക് റിഗ്രഷൻ ലൈൻ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും. ഈ ഒരു എസ്റ്റിമേറ്റർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റിഗ്രഷൻ ലൈൻ വരയ്ക്കാനായിട്ട് എളുപ്പമാണ്. റിഗ്രഷൻ ലൈൻ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ലീനിയർ റിഗ്രഷൻ ലൈൻ. ഇനി ഈ റിഗ്രഷൻ ലൈനിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, റിഗ്രഷൻ ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് എക്സ് ബാറിന്റെയും വൈ ബാറിന്റെയും ഇന്റർസെക്ഷനിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക്
നമ്മുടെ എക്സ് ബാർ എന്ന് പറയുന്നത് 4 ആണ്. ഇത് 4 ആണെന്ന് വിചാരിക്കാം. ഇത് 7 ആണെന്ന് വിചാരിക്കാം. y bar 7 ആണ്. സോ ദിസ് ഈസ് എക്സ് ബാർ, ദിസ് ഈസ് y bar. നമ്മൾ എക്സ് ബാറിന്റെ നേരെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു, y ബാറിന്റെ നേരെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. സോ ദർ ഇസ് ആൻ ഇന്റർസെക്ഷൻ പോയിന്റ്. നമ്മൾ നമ്മുടെ റിഗ്രഷൻ ലൈൻ വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റിഗ്രഷൻ ലൈൻ നമുക്കറിയാം 1.572 നിന്ന് സ്റ്റാർട്ട് ചെയ്യും, കാരണം അതാണ് നമ്മുടെ β2 എന്ന് പറയുന്നത്. ഇത് 1.572 ആയിരിക്കും, കാരണം അതാണ് നമ്മുടെ β1 എന്ന് പറയുന്നത്. β1 ആണ് ഈ ഒരു ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതിൽ നിന്ന് നമ്മൾ വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ വരച്ചാലും എന്ത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, അത് എന്തിൽ കൂടി പോകും, ഈ ഇന്റർസെക്ഷനിലൂടെ കടന്നു പോകുള്ളൂ. അതായത് y ക്യാപ്പ് എന്ന് പറയുന്നത് ഈ 1.572 പ്ലസ് 1.357 xi എന്ന് പറയുന്ന ഈ ഒരു റിഗ്രഷൻ ലൈൻ്റെ ഇക്വേഷൻ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗോ ത്രൂ ദിസ് ഇന്റർസെക്ഷൻ പോയിന്റ്. ഇതാണ് ഫസ്റ്റ് റിഗ്രഷൻ ലൈൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മൾ മീൻ വാല്യൂ എടുക്കുകയാണെങ്കിൽ വൈൻ്റെയും വൈ ക്യാപ്പിന്റെയും മീൻ വാല്യൂ എടുത്താൽ ദാറ്റ് വിൽ ബി സെയിം. അതായത് നമ്മൾ ഈ ഈക്വേഷൻ ചെയ്തു, ഇതാണ് വൈൻ്റെ മീൻ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. വൈൻ്റെ മീൻ വാല്യൂ എന്ന് പറയുന്നത് 7 ആയിരിക്കും. ഇനി ഇതൊന്ന് ടോട്ടൽ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ഇതൊന്ന് ടോട്ടൽ ചെയ്തിട്ട് അതിന്റെ മീൻ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഇതിന്റെ ടോട്ടൽ ഡിവൈഡഡ് ബൈ 4. y ക്യാപ് ബാർ വിൽ ബി ഈക്വൽ ടു y ബാർ. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് അതാണ്. സോ നമുക്ക് അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾ ഒന്ന് സം ടോട്ടൽ ചെയ്യാമോ? എത്രയാണ്? 28 ഇട്ട് നോക്കിയാൽ 2. കിട്ടുന്നുണ്ട്. ഓക്കെ, അതായത് 2.929 പ്ലസ് 7 പ്ലസ് 8.357 പ്ലസ് 9.714. ചിലപ്പോൾ ഇത് നമ്മൾ 3 ഇതിലേക്ക് നമ്മൾ മാറ്റിയിരിക്കുന്നുണ്ട്. ചിലപ്പോൾ അന്ന് ചെറിയ വേരിയേഷൻ ഉണ്ടാവും, പക്ഷെ ഇത് ഫുൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 28 തന്നെ ആയിരിക്കും. സോ 28 കിട്ടുന്നുണ്ട്. ഓക്കെ, 28 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് നമുക്ക് 7 കിട്ടും. അപ്പൊ നമ്മുടെ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്ത് റിഗ്രഷൻ ലൈൻ്റെ പ്രോപ്പർട്ടിയാണ്. റിഗ്രഷൻ ലൈൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ അടുത്ത് പറയുന്നത് ദ മീൻ വാല്യൂ ഓഫ് എസ്റ്റിമേറ്റഡ് y ഈസ് ഈക്വൽ ടു ദ മീൻ വാല്യൂ ഓഫ് ആക്ച്വൽ y. സോ എസ്റ്റിമേറ്റഡ് വൈൻ്റെ മീനും മീൻ ആക്ച്വൽ വൈയുടെ മീനും സെയിം ആയിരിക്കും. ഇതിന്റെ ഒരു മാത്തമാറ്റിക്കൽ പ്രൂഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വി വിൽ കം ടു ദാറ്റ്. നമുക്ക് അതിലേക്ക് വരാം. ഞാൻ ജസ്റ്റ് ആദ്യം തന്നെ പോയിന്റുകൾ പറഞ്ഞു പോയിട്ട് നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് വരാം. ഇനി മീൻ വാല്യൂ ഓഫ് ദ റെസിഡ്യൂവൽ ui ക്യാപ് വിൽ ബി 0. നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. ui ക്യാപ്പിനെ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടും, നമുക്കറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടത്. അതാണ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്. ഇതിലേക്ക് ഞാൻ വരാം. ഞാൻ 4 ഈ പ്രോപ്പർട്ടീസ് ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. നാലാമത്തത് റെസിഡ്യൂവൽ ui ക്യാപ് ഈസ് അൺകോറിലേറ്റഡ് വിത്ത് പ്രെഡിക്റ്റഡ് ui. നമ്മൾ ഇപ്പോൾ ഒരു എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള ui ഉണ്ട്, അതും റെസിഡ്യൂവൽസും തമ്മിൽ ഒരു കോറിലേഷനും പാടില്ല. 0 ആയിരിക്കണം കോറിലേഷൻ. അതിലേക്കും വരാം. ദെൻ റെസിഡ്യൂവൽ ui ക്യാപ് ആർ അൺകോറിലേറ്റഡ് വിത്ത് xi. ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ടും റെസിഡ്യൂവൽസ് കോറിലേഷൻ പാടില്ല, ഡിപ്പെൻഡന്റ് വേരിയബിൾ ആയിട്ടും റെസിഡ്യൂവലിന് കോറിലേഷൻ പാടില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ സമ്മപ്പ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഈ 5 പോയിന്റുകൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരും. ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് ഈ 3 ഉള്ളൂ. മൂന്നാമത്തെ ന്യൂമറിക്കൽ പ്രോപ്പർട്ടിയിലാണ് റിഗ്രഷൻ ലൈനിനെ കുറിച്ച് പറയുന്നത്. ദെൻ റിഗ്രഷൻ ലൈനിന്റെ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. റിഗ്രഷൻ ലൈനിന്റെ പ്രോപ്പർട്ടീസിൽ ഒന്നാമത്തത്
റിഗ്രഷൻ ലൈൻ വരച്ചാൽ അത് എക്സ് ബാർ വൈ ബാറിന്റെ ഇന്റർസെക്ഷനിലൂടെ കടന്നു പോകും ഫസ്റ്റത്തെ. രണ്ടാമത്തെന്ന് പറയുന്നത് വൈന്റെ മീനും ആക്ച്വൽ വൈയുടെ മീനും എസ്റ്റിമേറ്റഡ് വൈയുടെ മീനും സെയിം ആയിരിക്കും. ഇതൊക്കെ നമ്മൾ ഡാറ്റ എങ്ങനെ ജനറേറ്റ് ചെയ്താലും ഇങ്ങനെ ഈ നമ്മൾ സാമ്പിൾ ഡാറ്റ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് വിഷയമല്ല. സാമ്പിൾ ഡാറ്റ എങ്ങനെ ജനറേറ്റ് ചെയ്തു എന്നുള്ള വിഷയമല്ല. ആ സാമ്പിൾ ഡാറ്റ ഉപയോഗിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഉണ്ടാവും. അതാണ് നമ്മളിവിടെ പറയുന്നത്. അതിനെയാണ് നമ്മൾ ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അതായത് സാമ്പിൾ എങ്ങനെ ജനറേറ്റ് ചെയ്തു എന്നുള്ളതിനെ നോക്കിയിട്ടല്ല, നമ്മൾ ഏത് സാമ്പിൾ എടുത്ത് ഇത് ചെയ്താലും ഈ പ്രോപ്പർട്ടീസ് എല്ലാം അത് മീറ്റ് ചെയ്യും. മൂന്നാമത്തത് റെസിഡ്യൂവലിന്റെ സം എടുത്തു കഴിഞ്ഞാൽ റെസിഡ്യൂവലിന്റെ സം ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് റെസിഡ്യൂവൽസ് എടുത്താൽ അത് 0 ആയിരിക്കും. നാലാമത്തത് റെസിഡ്യൂവൽസ് വൈയുമായി പ്രെഡിക്റ്റഡ് വൈയുമായി എസ്റ്റിമേറ്റഡ് വൈയുമായിട്ട് അൺകോറിലേറ്റഡ് ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് അതേപോലെ എക്സ് ഐയുമായിട്ട് റെസിഡ്യൂവൽസ് അൺകോറിലേറ്റഡ് ആണ്. ഇങ്ങനെ 5 പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാണ്. ആ പ്രോപ്പർട്ടീസിന്റെ അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടി അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തത്